നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു നിർത്തിയത് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സന്നാഹങ്ങൾ ആണ്. ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ സിംഹനാദം മുഴക്കി എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അടുത്ത ശ്ലോകം നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. അതിനെ തുടർന്ന് അനേകം ശംഖുകളും ഭേരികളും പണവം, ആനകം, ഗോമുഖം തുടങ്ങിയവയും മുഴങ്ങി. അവയുടെ ധ്വനികളാൽ ദിഗന്ധങ്ങളെല്ലാം മാറ്റലിക്കൊണ്ടു. തുടർന്ന് വരുന്ന 3-4 ശ്ലോകങ്ങളെല്ലാം തന്നെ യുദ്ധസന്നാഹങ്ങളാണ്. അടുത്ത ശ്ലോകം. തഥാ ശേതൈർഹരൈരുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവച്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധു. 16-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. 15-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. തുടർന്ന് വെളുത്ത കുതിരകളെ കെട്ടിയ രഥത്തിൽ ഭഗവാനും അർജുനനും തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ ഉച്ചത്തിൽ വിളിച്ചു. ശ്രീകൃഷ്ണൻ്റെ പാഞ്ചജന്യം, അർജുനൻ്റെ ദേവദത്തം, ഭീമൻ്റെ ഭയാനകമായ കർണങ്ങൾ പൊട്ടുന്ന പൗണ്ഡ്രം എന്ന പേരുള്ള മഹത്തായ ശംഖും ഉച്ചത്തിൽ വിളിച്ചു. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശാസ്വ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുഗ്നോ വിരാടശ്ച സാത്യകീ ച പരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ്ച പൃഥീവതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാന്ധമു പൃഥക്. ഇതെല്ലാം യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നത് തന്നെയാണ്. കുന്തിപുത്ര രാജാവായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന് പേരുള്ള മഹത്തായ ശംഖും, നകുലൻ സുഘോഷമെന്നും സഹദേവൻ മണിപുഷ്പകമെന്നും പേരുള്ള ശംഖുകളും ഊതി. ബൃഹത്തായ ധനുർധാരി കാശിരാജാവ്, മഹാരഥിയായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടരാജൻ, പരാജയം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത പരാജയം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത സാത്യകി, ദ്രുപദരാജൻ, ദ്രൗപദിയുടെ എല്ലാ പുത്രന്മാരും, സുഭദ്രാപുത്രനും മഹാബാഹുവായ അഭിമന്യു തുടങ്ങിയവരുമെല്ലാം താന്താങ്ങളുടെ ശംഖുകൾ ഉച്ചത്തിൽ വിളിച്ചു. ഈ വർണ്ണനകളിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. കൗരവപക്ഷത്തെ ഏറ്റവും ശ്രദ്ധേയനായ സൈന്യാധിപതി ദ്രോണാചാര്യർ ഇവിടെ തൻ്റെ ശംഖ് മുഴക്കുന്നതായി പറയുന്നില്ല. ദ്രോണർ അപ്പോഴും ദുര്യോധനൻ്റെ യുദ്ധത്തോട് മനസ്സാ യോജിച്ചിരുന്നില്ല എന്നർത്ഥം. കാരണമുണ്ട്. അധർമ്മയുദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ധർമ്മയുദ്ധമല്ല, അധർമ്മയുദ്ധമാണെന്ന് ദ്രോണർക്ക് അറിയാമായിരുന്നു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വിദാരയത് നശേ പൃഥിവീം ചൈവ തുമുലോ യനുനാരമിനിനാദയൻ. പാണ്ഡുപക്ഷത്തെ ആ അണമുറിയാത്ത ശംഖനാദം ആകാശത്തും ഭൂമിയിലും പ്രതിധ്വനിച്ചു. ദിഗന്ധങ്ങളിൽ മാറ്റിലിക്കൊണ്ട ആ ശബ്ദകോലാഹലങ്ങൾ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പുലർത്തി. അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി കഴിഞ്ഞാൽ അർജുനൻ പറയുന്ന സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി നമുക്ക് നോക്കാം. ശ്ലോകം 20. അത വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശാസ്ത്രസംവാദേ ധനുരുദ്യുമ്യ പാണ്ഡവ. ശ്ലോകം 21. ഋഷികേശം തഥാ വാക്യമിതാമഹ മഹീപതേ.
ഇതിനർത്ഥം, അല്ലയോ രാജാവേ, കവിധ്വജനായി തീർത്തിട്ടിരിക്കുന്ന അർജുനൻ അതിനെ തുടർന്ന് യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടു. ആയുധപ്രഹരം ആരംഭിക്കാനിരിക്കെ ശ്രീകൃഷ്ണൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ കപിധ്വജൻ എന്നതിന് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ എന്ന അർത്ഥമാണ്. ആ അർത്ഥം വാസ്തവത്തിൽ അർജുനൻ്റെ ചഞ്ചലതയെ സൂചിപ്പിക്കുകയാണ് കപിധ്വജ ശബ്ദം. യുദ്ധത്തിന് ചഞ്ചലതയല്ല, സ്ഥിതപ്രജ്ഞനാവുകയാണ് വേണ്ടത്. അനുവാചകരുടെ ഹൃദയത്തെ രഞ്ജിപ്പിക്കുവാൻ വ്യാസൻ ഉപയോഗിച്ച പരോക്ഷ പ്രിയത്വമാണ് നാം ഇവിടെ കാണുന്നത്. പരോക്ഷപ്രിയ ദേവ എന്നാണല്ലോ, ദേവന്മാർ പരോക്ഷപ്രിയരാണെന്നർത്ഥം. ഇപ്പോൾ യുദ്ധസന്നാഹങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അർജുനൻ അടുത്തതായി കൃഷ്ണനോട് ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകം. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇപ്പോൾ യുദ്ധസന്നാഹങ്ങളെല്ലാം വിവരിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.